ഗൈസ്, ഇന്ന് ഫെബ്രുവരി 10 10 ചെറിയൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, ഫസ്റ്റ് വെഡ്ഡിങ്. അപ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ പ്ലാൻഡ് ആയിരുന്നില്ല, പക്ഷേ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ സമയത്ത് നമ്മൾ ഓഫീസ് തിരക്ക് വീടെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൈസൂർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. ഈ രീതിക്ക് വീഡിയോസ് ഒന്നും പ്ലാൻ ചെയ്തില്ല. കംപ്ലീറ്റ് മൈസൂർ ഡേ നമ്മൾ ഷൂട്ട് ചെയ്തില്ല. നമുക്കുള്ള സമയം വെച്ചിട്ട് പിന്നെ ഡെയിലി വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ചില സമയങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വിട്ടു. നമ്മളുടെ മൈസൂരിലെ ഡേ 1 വീഡിയോ കണ്ടിട്ട് വേണം. നമ്മൾ മൈസൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കോടയുണ്ട് കേട്ടോ, നല്ല കോടയുണ്ട്. പക്ഷേ നമ്മൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുന്നുണ്ട്, കാറിനുള്ളിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഫോഗുള്ളതുകൊണ്ട് തന്നെ നമുക്ക് AC ഇട്ടേ പറ്റും. ഉള്ളിലും നല്ല തണുപ്പ്, പുറത്തും നല്ല തണുപ്പ്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പക്ഷേ ലക്കിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കാറ് കയറി അപ്പം മുതൽ ആൾ ഉറങ്ങുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ഒന്ന് ചായ കുടിക്കാൻ നിർത്തിയ സമയത്താണ് അവൻ എഴുതിയിട്ടത്. നല്ല ചായ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാൻ പറ്റില്ല, നല്ല ചായ ആയിരുന്നു. നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഹെയർ പിന്നുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ട്രാഫിക് ഉണ്ട്, നല്ല കോടയുണ്ട് കേട്ടോ. കോട ഒരു രക്ഷയില്ലാത്ത കോടയാണ്, നല്ല തണുപ്പുണ്ട്. എനിക്കിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല രീതിക്ക് തണുപ്പുണ്ട്. ഈ ഫോഗുള്ളത് കാരണം നമുക്ക് AC ഓഫ് ആക്കാനും പറ്റത്തില്ല. പക്ഷേ പുറത്താണ് നല്ല തണുപ്പുമാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. ഈ ചുരമൊക്കെ കയറി വന്നിട്ട് ഈ വെൽക്കം ടു വയനാട് എന്നുള്ള ബോർഡ് കാണുന്ന സമയത്ത് എന്തോ ഒരു സന്തോഷം തോന്നും. എപ്പോൾ ഇതിലൂടെ വരികയാണെങ്കിലും ഇതെനിക്ക് എടുത്തേ പറ്റും, നിർബന്ധമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോഗ് കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോയിൽ? അത്രയ്ക്ക് ഫോഗാണ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. KSRTC പോയല്ലോ, അത്ര നല്ല രീതിക്ക് ഫോഗുണ്ട്. എത്ര എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്താ വീഡിയോയിൽ വരാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഫോഗുണ്ട് കേട്ടോ. നമ്മളിപ്പം കർണാടക ബോർഡർ പാസ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെക്ക് പോസ്റ്റിൽ നമുക്ക് 20 റുപ്പീസ് കൊടുക്കണമായിരുന്നു. പക്ഷെ ഞാനത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. കർണാടക ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോഴും ഫോഗിനൊരു മാറ്റമില്ല കേട്ടോ, നല്ല കോടമഞ്ഞ് കിട്ടുന്നുണ്ട്. ആ ഒരു മുന്നിൽ പോണ വണ്ടി നോക്കിയിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നല്ല കോടയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് നല്ല വൃത്തിക്ക് റോഡൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്, കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇത്രയും നേരം ഭയങ്കര കോടയായിരുന്നു, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളെന്തായാലും കണ്ടിട്ടുണ്ടാവുമല്ലോ, അത്രയും കോടയായിരുന്നു നമുക്ക് ഇത്രയും നേരം കിട്ടിയത്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാം, എന്താ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം. കുറച്ച് നേരം, അതായത് 1 കിലോമീറ്റർ ഫോഗ് ഉണ്ടാവും, പക്ഷേ 1 കിലോമീറ്റർ ഫോഗില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് പോകുന്നത്. ഇതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല.
എല്ലാ സ്ഥലത്തും ആനിമൽ ക്രോസിങ് ഏരിയാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആന, കടുവ, അതുപോലെ തന്നെ പുലി, പിന്നെ പന്നി, അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു മാനിൻ്റെ പോലും കണ്ടില്ല. പക്ഷെ അപ്പുറത്തെ സൈഡ് കുറേ മാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോയിലൊന്നും കിട്ടിയില്ല. ഈ സൈഡ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്കങ്ങനെ മാനിനെ കിട്ടിയിരിക്കുകയാണ്. മാൻ വന്നു. അതുപോലെ തന്നെ നമുക്ക് കുരങ്ങിനെ കിട്ടിയിരുന്നു. പക്ഷെ ഞാൻ വീഡിയോയിലെടുത്തില്ല, കിട്ടിയില്ല.
വിചാരിച്ചിട്ട് പാലസ് അടച്ചു പോയി. അതുകൊണ്ട് കേസ് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കണം. അമ്മേ ഞങ്ങളിങ്ങനെ വട്ടം കറങ്ങി നടക്കണം. ഞങ്ങൾ സ്ട്രീറ്റ് മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടു. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ സിഗ്നൽസും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് വളരെ ഷോക്കാണ്. നമ്മളെ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറക്കുന്നത്. അപ്പം അതുകൊണ്ട് എവിടേക്കെങ്കിലും പോകാം, എത്തുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാം വിചാരിച്ചു. എന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്കുള്ള മാപ്പ് ഇടാൻ കരുതി. അതല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വളയും. സിഗ്നലിന് നമുക്ക് നേരെ പോകേണ്ട സിഗ്നൽ ഉണ്ടായിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യുന്നു, റൈറ്റ് കാണിക്കും. നമ്മൾ റൈറ്റ് പോയതിനു ശേഷം അവരെന്ത് ചെയ്യും, നമുക്ക് യൂട്ടേൺ എടുക്കാൻ വേണ്ടി പറയും. യൂട്ടേൺ അടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തുന്നത് പിന്നെയും അടുത്ത സിഗ്നലിൽ തന്നെ. നമ്മൾ നേരെ പോയാൽ എത്താൻ വേണ്ടിയിട്ട് പോകണം അതേ സിഗ്നലിൽ പിന്നെയും എത്തും. മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തത്, ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഏകദേശം നമ്മൾ ഇതിലൂടെ നേരത്തെ പോയത്, നേരത്തെ പോയ അതേ സ്ഥലത്ത് ഞങ്ങൾ പിന്നെയും എത്തി. മനസ്സിലായോ, ഭൂമി ഉരുണ്ടതാണല്ലോ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഞങ്ങളും അതേപോലെ തന്നെ കണ്ട സ്ഥലങ്ങൾ പിന്നെയും റിപ്പീറ്റായി കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സ്ഥലം പോലത്തെയാണ്. പക്ഷെ നീറ്റാട്ടോ റോഡുകളൊക്കെ അല്ലേ, വിചാരിച്ചത്ര മോശമല്ല. എന്റെ വിചാരം തെറ്റാണ്, അത്യാവശ്യം നീറ്റാ. ഇതിപ്പോ നമ്മുടെ പാലസിന്റെ റോഡാണോ എന്ന് അറിയില്ല. റോഡായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും നീറ്റ്. ഞാൻ മൊത്തം 2 ദിവസം ഇവിടെ എന്തായാലും ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പറയാം ഞാനിപ്പം പറഞ്ഞ പ്രസ്താവന ശരിയാണോ അല്ലേന്ന്. പക്ഷെ എന്തായാലും ഇവിടെ ഇപ്പം ഈ റോഡുകളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ അടുത്തുള്ള ചെറിയ ചെറിയ കടകളാണെങ്കിലൊക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കുതിര സവാരി കണ്ട, കുതിര സവാരി ഉണ്ട് പോലീസുകാരൻ. കാരണം പക്ഷെ ഇവിടെ കുറേ കുതിരയുണ്ട്. പാലസ് ഏരിയ ആയതുകൊണ്ടായിരിക്കാം. ഇത് നമുക്ക് സഫാരി ചെയ്യാം കേട്ടോ, പൈസ കൊടുത്ത് കഴിച്ചു വെച്ചതാ. പക്ഷെ അതെന്താ അവരൊരു ഡെക്കറേറ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിച്ചിട്ട് നമ്മളെ നാട്ടിലുള്ള ഡസ്റ്റ് വെച്ചിട്ട് അതിലേക്ക് കഴിച്ചത് തോടിടാൻ വേണ്ടി പറയില്ലേ, അതിന് പകരം ഒരു വൃത്തിക്ക് തന്നെ അവരുടെ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്ലവർ പോലെ എന്തോ വലിയ ക്ലോക്ക് വരുന്നുണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ക്ലോക്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫിനിഷിംഗ് ഉള്ളതുകൊണ്ടാണ് അത് മൂടി വെച്ചേക്കാം. ഇവിടെ മെയിനായിട്ട് മൈസൂര് വന്നത് ഒന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. പിന്നെ ഒന്ന് എല്ലാത്തത് വിട്ട് ഒരു സ്ഥലത്തേക്ക് മാറണം എന്ന് വിചാരിച്ചു. ഷോപ്പൊക്കെ ചെയ്യാം, ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പോകാമെന്ന് കരുതി. പക്ഷെ ഇവിടെ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്, അതായത് നോൺ വെജ് നമുക്ക് ഏത് ടൈപ്പ് ഫുഡാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വയറിനൊക്കെ പറ്റുമോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഫുഡും ഒരു പ്രോബ്ലമാണ്. നല്ലോണം തപ്പി കഴിക്കണം. സ്ട്രീറ്റ് മാർക്കറ്റ്. നമ്മൾ ദേവരാജ മാർക്കറ്റിലേക്ക് ആയിരുന്നു മാപ്പ് ഇട്ടിരുന്നത്. പക്ഷെ മാപ്പ് ഞങ്ങൾ ഓഫാക്കിയെന്ന് പറഞ്ഞല്ലോ, കാരണം ഇവരിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവസാനം നമ്മൾ ദേവരാജ മാർക്കറ്റിൽ എത്തിയത് വലിയ രീതിക്ക് ചില കടകളിലൊക്കെ അവരുടെ ലാംഗ്വേജിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. നമ്മളുടെ ലാംഗ്വേജിൽ എഴുതിയത് വളരെ കുറവ്. നമ്മളുടെ നല്ല മലയാളമല്ലേ ഉദ്ദേശിച്ച, ഇംഗ്ലീഷെങ്കിലും അവർക്ക് എഴുതാമല്ലോ. ചിലർ ഇംഗ്ലീഷും എഴുതിയിട്ടില്ല. ഇവിടെ ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തമിഴ് കുറച്ചെങ്കിലും അറിയാം. കർണാടക, കന്നഡ എന്നല്ലാണ്ട് കുറച്ചെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് തമിഴ് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കുറച്ചെല്ലാം പിടിച്ചു വെക്കുന്നത്. തമിഴ് കൊഞ്ചി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റെഡിയാക്കും. നമ്മളെ വണ്ടി കാണാൻ നമുക്ക് അവർക്കറിയാം നമ്മൾ കേരളത്തിൽ നിന്നാണ്. അവർക്ക് മലയാളം എന്തായാലും സംസാരിക്കാൻ പറ്റൂല. ഒരു കന്നഡയും സംസാരിക്കുമ്പോൾ അവരെന്നെ കന്നഡ ഫ്ലുവൻ്റ് ആയിട്ടല്ല നമ്മളോട് പറഞ്ഞത്. കാരണം നമ്മൾ മലയാളികളാണല്ലോ, നമുക്ക് എന്തായാലും കന്നഡ അറിയില്ല എന്ന രീതിക്ക് അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത്. പക്ഷെ നമ്മൾ തിരിച്ച് തമിഴ് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ തമിഴിൽ ഇതേപോലെ തന്നെ അവരും തമിഴ് ഫ്ലുവൻ്റ് അല്ല, നമ്മളും വലിയ ഫ്ലുവൻ്റ് അല്ല. പക്ഷെ മനസ്സിലാവും, കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് മാർക്കറ്റ് ഏരിയയിലേക്ക് വന്ന സമയത്തും റോഡ് നേരത്തെ പറഞ്ഞ പോലെ നീറ്റ് തന്നെയാ അല്ലേ. പാലശ്ശേരി വിട്ടിട്ടും KSRTC ബസ് സ്റ്റാൻഡാണ് നല്ല. അതെ ബസ് ടെർമിനൽ. ഇത് ടിപ്പു സുൽത്താനാണോ? ഏതോ ഒരു സുൽത്താൻ. ഇവിടുത്തെ ഏത് സുൽത്താൻ?
മൈസൂർ സുൽത്താൻ എനിക്കപ്പം മൈസൂർ പാലസ് നമ്മളെ നാട്ടില് പോയി തുടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച അല്ലേ? ഇങ്ങനെ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് ഏരിയയിലൊക്കെ വരുന്ന സമയത്താണ് ഒരു ഗ്രൗണ്ട്, അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഗ്യാദർ ചെയ്തിട്ട് ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുന്നത് കാണുന്നത്. നമ്മുടെ നാട്ടിലിപ്പോ പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും അതിനോടൊക്കെ എല്ലാ ഗ്രൗണ്ടുകളൊക്കെ നിരത്തി വേറെ എന്തൊക്കെയോ പണി. അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കളിക്കാതെ വലിയ ആൾക്കാർക്ക് ഇപ്പം ക്രിക്കറ്റ് ഫുട്ബോൾ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റിനുള്ള സ്പേസ് നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഐ നോട്ട് ഓഫ് ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാ മറ്റേ ഈ കരിക്ക്. പറഞ്ഞില്ല വണ്ടി നിർത്തിയാലേക്ക് ഭയങ്കര അലർട്ടാണ്. ഹലോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷേ നമുക്ക് നല്ല ഒന്നും കിട്ടിയില്ല. നമ്മൾ ആകെ ഒരു ബാഗിന്റെ ഷോപ്പിൽ മാത്രമേ കയറുള്ളൂ. ബാക്കി എല്ലാ ഷോപ്പിലും നമുക്ക് പുറമേ നിന്ന് കണ്ടാൽ തന്നെ അറിയാം നല്ല റേറ്റാണ്. നമ്മളിപ്പം ആ റേറ്റ് നമുക്ക് ഇവിടെ നിന്ന് മേടിച്ച് പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും. ഇവിടെ വല്ല ഡിസ്കൗണ്ടോ റേറ്റ് കുറവോ എന്തെങ്കിലും ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇവിടെ മേടിക്കാൻ വേണ്ടി വിചാരിച്ചത്. അപ്പോൾ ഒരു ബ്രാൻഡഡ് സ്ട്രീറ്റ് മാർക്കറ്റിലാണ് പോയത്. ബ്രാൻഡഡ് അല്ലാണ്ട് നോർമൽ ഒരു സ്ട്രീറ്റ് മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം നാളെ പോകാമെന്ന് കരുതി. ഇന്ന് നമ്മൾ എന്ത് ചെയ്തില്ല, പോകുന്നില്ല. ഇന്ന് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇതേപോലെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുക കർണാടകയിലെ ഇങ്ങനെ. ഇപ്പം വാട്ടർമെലൻ മേടിക്കാൻ വേണ്ടിയിട്ട് വാട്ടർമെലൻ കട്ട് ചെയ്തിട്ട്, കാരണം ലക്കിക്കും കൊടുക്കണം. ലക്കി അങ്ങനെ ഈ ഒരു ഇങ്ങനത്തെ യാത്രയിട്ട് ലക്കിക്ക് വെള്ളം കുടിക്കാൻ കുറച്ച് മടിയാണ്, ഫുഡ് കഴിക്കാൻ വളരെയധികം മടിയാണ്. സോ വാട്ടർമെലൻ ആണെങ്കിൽ ഫുഡ് മാറ്റിയിട്ടും അതുപോലെ തന്നെ വെള്ളം മാറ്റിയിട്ടും ഡീഹൈഡ്രേറ്റ് ആകും. അപ്പം വാട്ടർമെലൻ അങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾക്കും വാട്ടർമെലൻ മേടിക്കാൻ വേണ്ടി ഗൂഗിൾ പോയിട്ടുണ്ട്. എല്ലാം കണ്ടല്ലോ, ഞങ്ങൾ എപ്പോഴാണ് റൂമിലേക്ക് എത്തിയത്. പിന്നെ ഒട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പല ഷോർട്സും മിസ്സായിട്ടുണ്ട്. പിന്നെ റോഡ് ഭയങ്കര റഷ്, വിചാരിക്കുന്ന പോലെയല്ല. അതായത് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പോലും നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ റൗണ്ട് ചുറ്റുന്ന പോലെ നമുക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്തിട്ട് നാളെ മൈസൂർ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് ഞാൻ ബുക്കൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നാളത്തെ ഒരു ഡേ കംപ്ലീറ്റ് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.